എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആൻ ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റാസിഖ് പൊന്നാനി. ഞാൻ ഫർസീൻ പൊന്നാനി. ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിലെ 12-ാമത്തെ അധ്യായമായ സൂറത്ത് യൂസുഫിലെ 87 മുതൽ 95 വരെയുള്ള ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് പേജ് നമ്പർ 246. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني اذهبوا فتحسسوا من يوسف وأخيه ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون. എൻ്റെ മക്കളെ, നിങ്ങൾ പോയി യൂസുഫിനെയും അവന്റെ സഹോദരനെയും സംബന്ധിച്ച് അന്വേഷിച്ച് നോക്കുക. അള്ളാഹുവിങ്കൽ നിന്നുള്ള ആശ്വാസത്തെ പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. അവിശ്വാസികളായ ജനങ്ങളല്ലാതെ അള്ളാഹുവിങ്കൽ നിന്നുള്ള ആശ്വാസത്തെ പറ്റി നിരാശപ്പെടുകയില്ല തീർച്ച. فلما دخلوا عليه قالوا يا أيها العزيز مسنا وأهلنا الضر وجئنا ببضاعة مزجاة فأوف لنا الكيل وتصدق علينا إن الله يجزي المتصدقين. അങ്ങനെ യൂസുഫിന്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് അവർ പറഞ്ഞു, പ്രഭോ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ദുരിതം ബാധിച്ചിരിക്കുന്നു. മോശമായ ചരക്കുകളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ. അതിനാൽ താങ്കൾ ഞങ്ങൾക്ക് അളവ് തികച്ചു തരികയും ഞങ്ങളോട് ഔദാര്യം കാണിക്കുകയും ചെയ്യണം. തീർച്ചയായും അള്ളാഹു ഉദാരമതികൾക്ക് പ്രതിഫലം നൽകുന്നതാണ്. قال هل علمتم ما فعلتم بيوسف وأخيه إذ أنتم جاهلون. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അറിവില്ലാത്തവരായിരുന്നപ്പോൾ യൂസുഫിന്റെയും അവന്റെ സഹോദരന്റെയും കാര്യത്തിൽ നിങ്ങൾ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? قالوا أئنك لأنت يوسف قال أنا يوسف وهذا أخي قد من الله علينا إنه من يتق ويصبر فإن الله لا يضيع أجر المحسنين. അവർ ചോദിച്ചു, നീ തന്നെയാണോ യൂസുഫ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെയാണ് യൂസുഫ്, ഇതെന്റെ സഹോദരനും. അള്ളാഹു ഞങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു. തീർച്ചയായും ആർ സൂക്ഷ്മത പാലിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നുവോ ആ സദ്വൃത്തർക്കുള്ള പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുകയില്ല തീർച്ച. قالوا تالله لقد آثرك الله علينا وإن كنا لخاطئين. അവർ പറഞ്ഞു, അള്ളാഹു തന്നെയാണ്. തീർച്ചയായും അള്ളാഹു നിനക്ക് ഞങ്ങളെക്കാൾ മുൻഗണന നൽകിയിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ തെറ്റുകാരായിരിക്കുന്നു. قال لا تثريب عليكم اليوم يغفر الله لكم وهو أرحم الراحمين. അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ മേൽ ഒരു ആക്ഷേപവുമില്ല. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അവൻ കരുണയുള്ളവരിൽ വെച്ച് ഏറ്റവും കാരുണികനാകുന്നു.
اذهبوا بقميصي هذا فألقوه على وجه أبي يأت بصيرا وأتوني بأهلكم أجمعين. നിങ്ങൾ എൻ്റെ ഈ കുപ്പായം കൊണ്ട് പോയിട്ട് എൻ്റെ പിതാവിൻ്റെ മുഖത്ത് ഇട്ടു കൊടുക്കുക. എങ്കിൽ അദ്ദേഹം കാഴ്ചയുള്ളവനായി തീരും. നിങ്ങളുടെ മുഴുവൻ കുടുംബാംഗങ്ങളെയും കൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരികയും ചെയ്യുക. ولما فصلت العير قال أبوهم إني لأجد ريح يوسف لولا أن تفندون. യാത്രാസംഘം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവരുടെ പിതാവ് അടുത്തുള്ളവരോട് പറഞ്ഞു, തീർച്ചയായും എനിക്ക് യൂസുഫിന്റെ വാസന അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്നെ ബുദ്ധിഭ്രമം പറ്റിയവനായി കരുതുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാവുന്നതാണ്. قالوا تالله إنك لفي ضلالك القديم. അവർ പറഞ്ഞു, അള്ളാഹു തന്നെയാണ്, തീർച്ചയായും താങ്കൾ താങ്കളുടെ പഴയ വഴികേടിൽ തന്നെയാണ്. അസ്സലാമു അലൈക്കും. وعليكم السلام.